السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ബഹുമാന്യരായ വിശ്വാസികളെ ജീവിതത്തിൽ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ പരമാവധി പ്രവർത്തിച്ച് അല്ലാഹുവും പ്രവാചകരും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ജീവിതവുമായി കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ അറിവിൻ്റെയും വായനയുടെയും മനസ്സിലാക്കലിൻ്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമ പാലിച്ച് ഒഴിഞ്ഞു നിന്ന് ജീവിക്കുകയും നാളെ പരലോകത്ത് വിചാരണ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന ബോധത്തോടുകൂടി നല്ല ഒരു മുസ്ലിമായി മുഅ്മിനായി ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തിലാണ് നാം ഉള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരിക്കും നിങ്ങളൊക്കെ ഞാനും പറഞ്ഞതും കേട്ടതും വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭത്തിലാണ് നാം എന്ന വാചകം. അത് വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. ഈ അവസാനിക്കുന്ന സമയത്ത് ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരോടും ഉത്തരം പറയാതെ ചോദ്യത്തിന് ലഭിച്ച സ്വയം ഉത്തരങ്ങൾക്കനുസരിച്ച് വരുന്ന ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് ബുദ്ധിയും വിവേകവും കാഴ്ചപ്പാടുമുള്ള ആളുകൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. ഈ റമദാനിൽ അതിൻ്റെ ഒരു
തുടക്കത്തിലൊരു കാര്യം പറയട്ടോ. ഞാൻ എടക്കരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു അൽഹുദ ഇസ്ലാമിക് അറബി കോളേജ് ഉണ്ട്. അതിലൊരു 40ഓളം വിദ്യാർത്ഥികളുണ്ട്. തഹ്ഫീദുൽ ഖുർആൻ കോഴ്സിലൊരു 30ഓളം വിദ്യാർത്ഥികളുമുണ്ട്. ഹോസ്റ്റലിൽ 70 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അവർക്കൊരു രാവിലെ ഒരു ചായയും കടിയും എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഒരു 1000 രൂപയാവും ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അതിലേക്ക് പരമാവധി നിങ്ങൾ സഹകരിക്കണം. പുറത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം ഏതാണ്? അതൊരു പക്ഷേ വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സമയമായിരിക്കും. ഒരു സംശയവുമില്ല, മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ഈ മാസത്തിൽ നാം അള്ളാഹുവിനോട് കൂടുതൽ അടുത്തിട്ടുണ്ട്. മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ നാം അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ സൂക്ഷ്മതയും ഭക്തിയും നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ നല്ല ഗുണങ്ങളാണ്. നാം ശ്രേഷ്ഠരാണ്. നാം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അത് വല്ലാത്ത ഒരു സന്തോഷമായി നമുക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ മറ്റൊരു പ്രാർത്ഥന നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. നാം അറിയുന്ന, നാം മനസ്സിലാക്കിയ നമ്മുടെ സുഹൃത്തിൻ്റെ, സഹോദരൻ്റെ, മാതാപിതാക്കളുടെ, നമ്മുടെ കൂട്ടുകാരുടെ ഒരു വിഷമം നീങ്ങിപ്പോകാൻ, അവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ആവശ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അവനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന വളരെ വിശിഷ്ടമാണ്, വളരെ ശ്രേഷ്ഠകരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി മുസ്തജാബത്തുൻ. ഒരാൾ തന്റെ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഉത്തരം നൽകും. കുല്ലമാ ദഅ ലി അഖീഹി ഖാലൽ മലക്കുൽ മുഅക്കിലു ആമീൻ വലക ബിമിസ്ലിഹി. നാം നമ്മുടെ സഹോദരനു വേണ്ടി എപ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ആ സമയത്തെല്ലാം അള്ളാഹുവിന്റെ മാലാക പറയും, ആമീൻ, അള്ളാഹുവേ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണം റബ്ബേ. വലക ബിമിസ്ലിഹി, ഇയാൾക്കും ഇയാൾ സഹോദരനു വേണ്ടി എന്താണോ ആവശ്യപ്പെട്ടത് ഇയാളുടെ ജീവിതത്തിലും നീ അത് നൽകണം റബ്ബേ. നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രകടമാകുന്നത് മനസ്സിന്റെ വിശുദ്ധിയാണ്. കാരണം അത് അവന് ലഭിക്കും, വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കും. അള്ളാഹു അത് കേൾക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും നീങ്ങിപ്പോകണം. അവനോട് സ്നേഹമുള്ളവനാകണം, അവന്റെ നന്മയിൽ താല്പര്യമുള്ളവനാകണം. അതൊരു വ്യക്തിയുടെ നല്ല ഗുണമായി കൊണ്ട് വിശുദ്ധ മതം പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു സംശയവുമില്ല. നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ മാത്രമല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നാം പല സദസ്സുകളിലും ഒരുപക്ഷെ പങ്കെടുക്കും. ആ സദസ്സുകളിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് നല്ല ഇഖ്ലാസും നിയ്യത്തുമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അവസരത്തിൽ നാം വിധേയരാകുന്നു. അതാണ് ഇസ്ലാമിക സദസ്സിന്റെ ശ്രേഷ്ഠത. അപ്പൊ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും ഒഴിവാക്കി നല്ല മനസ്സോടുകൂടി, നല്ല സമീപനത്തോടുകൂടി ആളുകളോട് വർത്തിക്കുക എന്നതും റമദാനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാകുന്നത്
മനസ്സിന്റെ വിശുദ്ധിയോടെ, മനസ്സിന്റെ തെളിമയോടെ മനുഷ്യനുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുമ്പോഴാണ്. നാം അള്ളാഹുവിനോട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്താൽ രണ്ട് കൈകളും ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഫഇദാ തതഅല്ലഖു ബിആദമീൻ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല തെറ്റുകുറ്റങ്ങളുമാണെങ്കിൽ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് സാമ്പത്തികമാകട്ടെ, ശാരീരികമായ ഉപദ്രവമാകട്ടെ, മാനസികമായ വിഷമമാകട്ടെ, തന്റെ സഹോദരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് റബ്ബേ എന്റെ പാപം നീ പുറത്തു തരണം റബ്ബേ എന്ന് 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം അത് അവനുമായി തീർക്കേണ്ട ഒരു ഇടപാടാണ്. നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് മുൻപിൽ വെച്ചാൽ അവിടെ വെച്ച് തീർക്കും. അത് ബാപ്പയല്ല തീർക്കുന്നത്, മകനല്ല തീർക്കുന്നത്. ഒന്നുകിൽ പിതാവ് അല്ലെങ്കിൽ മകൻ, ഇവരങ്ങോട്ടും തീർക്കുക. അതുകൊണ്ട് കാര്യമല്ല. അതൊക്കെ പിന്നെ അങ്ങനെ പറയാ, തുടർന്നു പോരുന്ന ഒരു സംസാരമായി നമുക്ക് പറയാം. അപ്പൊ അള്ളാഹുവിനോട് എത്ര നല്ല മനസ്സോടുകൂടിയാണ് നാം ബന്ധം പുലർത്തുന്നത്. ഈ ബന്ധം പുലർത്തലിന്റെ അതേ പ്രാധാന്യം മനുഷ്യരുമായി നാം നിലനിർത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിന്റെ കാര്യം നാം എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ, റമളാനിലെ വ്രതത്തിന്റെ കാര്യത്തിൽ നാം എത്രത്തോളം സൂക്ഷ്മത പുലർത്തുന്നുവോ, ഇസ്ലാമികമായ കാര്യങ്ങളിൽ നാം എത്ര കണിശത പാലിക്കുന്നുവോ അതേ പ്രാധാന്യത്തോടുകൂടി നാം കാണിക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിഅഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, വ്രതത്തേക്കാൾ, നമസ്കാരത്തേക്കാൾ, സക്കാത്തിനേക്കാൾ ദറജ കൂടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വ്രതമനുഷ്ഠിച്ചവൻ നാളെ പരലോകത്തുണ്ട്, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത കാണിച്ചവനുണ്ട്, സക്കാത്ത് ധാരാളം നൽകിയവനുണ്ട്. ഇയാൾ ഇതൊക്കെ ഉള്ള ആളുകളാ. ഇങ്ങനെ രണ്ടാളുകളുണ്ട്. എന്നാൽ അവരെക്കാൾ ശ്രേഷ്ഠനായ ഒരു നല്ല വിശ്വാസി. സ്വഹാബത്ത് പറഞ്ഞു, ഖാലു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ബലായ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ ഞങ്ങൾക്കറിയിച്ചു തന്നാലും. ആരാണവർ? ആ ഭാഗ്യവാന്മാർ? എന്തൊരു ഗുണമാണ് അവരുടെ ജീവിതത്തിലുള്ളത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വലാഹു ദാത്തിൽ ബൈനി ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖ. ആ ആളുകൾ നല്ല മനസ്സോടുകൂടി ജനങ്ങളോട് നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചവരാണ്. അതല്ലാതെ നിങ്ങൾക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ മനസ്സിൽ കറയുണ്ടായാൽ, പകയുണ്ടായാൽ, അസൂയയുണ്ടായാൽ, ലോകമാന്യതയുണ്ടായാൽ, നിഫാഖുണ്ടായാൽ അത് നിങ്ങളുടെ മതത്തെ മുറിച്ചു കളയും. ഹലക എന്ന പദത്തിന്റെ അർത്ഥം മുടി വെട്ടുന്നതിനാ പ്രയോഗിക്കുക. ഇവിടെ നിങ്ങളുടെ മുടിയല്ല മുറിഞ്ഞു പോകുന്നത്, അവിടെ നിങ്ങളുടെ മതമാണ് മുറിഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗൗരവത്തോടുകൂടി ഈ റമളാനിൽ എത്ര പാപം നാം അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, വർഷങ്ങൾക്ക് മുൻപ് ചെയ്തത്, ഓരോന്ന് നമ്മളൊക്കെ എണ്ണി പറഞ്ഞു കഴിഞ്ഞു, ചെറുതും വലുതും. എത്ര ആളോട് പോയിട്ട് ഞാനാ പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാണ്, പറ്റിപ്പോയതാണ്, നിങ്ങൾ മാപ്പ് തരണം. നമ്മുടെ ബാധ്യത തീർന്നു, പിന്നെ അയാൾ മാപ്പ് തരണം. അതാണ് നല്ല മനസ്സ്. ഈ നല്ല മനസ്സ്, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പര നല്ല മനസ്സോടുകൂടിയുള്ള ബന്ധം പുലർത്തൽ ഈ റമളാനിൽ അനിവാര്യമാണ്. സ്വന്തം മാതാവിനോടും പിതാവിനോടും പിണങ്ങി വ്രതമനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? വിശ്വാസി എന്ന് നമ്മൾ പ്രയോഗിച്ച പദ. സ്വന്തം സഹോദരന്മാരോട് ശണ്ട കൂടിക്കൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സത്രത്തോളം ക്രൂരമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചെയ്തതാ റബ്ബിനോട് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് നമ്മളോട് ചെയ്തത് വിടാൻ നമ്മൾ തയ്യാറല്ല. ഒരു ഇഞ്ച് ഞാനും വിട്ടുകൊടുക്കൂല, ഒരു ഇഞ്ച് ഞാനും വിട്ടുകൊടുക്കൂല അറിയും അടുത്ത ആള്. ആരും വിട്ടുകൊടുക്കൂലെന്ന്. നല്ല മനസ്സ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീയെക്കുറിച്ച് പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് സംശയം ചോദിക്കുന്നു. ഏതാണ് മതം എന്നതാണ് ചോദ്യം. വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ഉത്തരമാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ,
ഇന്ന ഫുലാനതൻ തുക്സിറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ വസദഖത്തിഹാ. പ്രവാചകരെ, എന്റെ വീടിന്റെ അടുത്തൊരു സ്ത്രീയുണ്ട്, അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളാണ്, അവൾ ധാരാളമായി സ്വതക്ക നൽകുന്നവളാണ്, അവൾ ധാരാളമായി വ്രതമനുഷ്ഠിക്കുന്നവളാണ്. സുന്നത്തും ഫർളും ഓക്കെയാണ്, സംശയമാണ്. ഇത് ഇസ്ലാമികമായ ഒരു മര്യാദയുമാണ്, ഒരാളുടെ നന്മ ആദ്യം പറയുക എന്നുള്ളത്. വലാകിൻ വഹിയ തുഅദീ ബിലിസാനിഹാ ലിജീറാനിഹാ. പക്ഷേ അവൾ അവളുടെ നാവുകൊണ്ട് അവളുടെ അയൽവാസികളെ ഉപദ്രവിക്കാറുണ്ട് പ്രവാചകരെ. അത് മലിനമായ മനസ്സിൽ നിന്നുള്ള ഒരു സ്വഭാവമാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലം ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വരണം സംശയം ചോദിക്കാൻ. അടുത്ത സംശയം, ഇന്ന ഫുലാനത്തൻ, എന്നാൽ എന്റെ വീടിന്റെ അടുത്ത് മറ്റൊരു മുസ്ലിമായ സ്ത്രീയുണ്ട്, അവൾ ഫർള് മാത്രമേ അനുഷ്ഠിക്കുകയുള്ളൂ, അവൾ ഫർള് വ്രതം മാത്രമേ നിർവഹിക്കുകയുള്ളൂ, അവൾ കൃത്യമായ അവളുടെ വെണ്ണയിൽ നിന്ന് കൃത്യമായ സക്കാത്ത് മാത്രമേ നൽകുകയുള്ളൂ. ഇതിലേതാണ് മതം? ഇതിലേതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യൻ എന്നതാണ് ചോദ്യം. പ്രവാചകരെ പറഞ്ഞു തന്നാലും ഏതാണ് മതം? അങ്ങനെയാണ് ഇസ്ലാം, അങ്ങനെയാണ് ഇസ്ലാമിലെ കാര്യം കിട്ടൂല. അള്ളാന്റെ റസൂല് വിശദീകരണത്തിന് വകയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒന്നാമതായി താങ്കൾ പറഞ്ഞവളുണ്ടല്ലോ, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് കേട്ടോ. രണ്ടാമത് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, വഹിയ ഫിൽ ജന്ന, അവളാണ് സ്വർഗത്തിൽ. കാരണം ആരാധനാകർമ്മങ്ങൾ കൊണ്ട് മനസ്സ് വിശുദ്ധമാക്കിയവൾ അവളാണ്. നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങളുടെ ലക്ഷ്യം അതാണ്. 5 നേരം നിങ്ങളുടെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് വുളുവെടുത്ത ഒരാൾ 5 നേരം കുളിക്കുന്നവനെ പോലെയാണ്. അല്ല, അയാളുടെ മനസ്സ് ശുദ്ധമാകുന്ന പറഞ്ഞത്. കുളിക്കുന്നത് പോലെ ശരീരം വൃത്തിയാകൂല, അതാണ് റസൂല് പറഞ്ഞത്. മനസ്സിന്റെ ശുദ്ധിയാണ്. തന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. പല്ലിന്റെയും ചുണ്ടിന്റെയും ഗ്ലാമറിനല്ല സ്വതക്ക, മനസ്സിന്റെ തെളിമക്കാണ് സ്വതക്ക. നമ്മളൊന്ന് ചിരിക്കാൻ നോക്കുക, നല്ല സ്നേഹമുള്ള ആളോട്. അതിന് പ്രത്യേക പണിയൊന്നുമില്ല, കാണുമ്പോൾ അറിയാതെ ചിരിയാണ് വരും. അല്ലാത്തൊരാളെ കാണുമ്പോൾ ചിരിക്കണമെങ്കിൽ അതൊന്ന് ചിരി ഉണ്ടാക്കേണ്ടി വരും, അതൊരു പുഞ്ചിരി ആകൂല. അതാണ് മതം. ഈ നല്ല മനസ്സോടുകൂടി ആളുകളോട് വർത്തിക്കണം. അത് മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്. ഇത് വേണം, ഇതൊരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ കാലത്തൊരു സഹാബി പ്രവാചകന്റെ അടുത്ത് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ഹിജ്റ പോകാനും ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു പ്രവാചകരെ. കാരണം അബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, അതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് പ്രവാചകരെ. അപ്പൊ ഇയാളെ കുറിച്ച് അള്ളാന്റെ റസൂലിന് അറിയാം. പ്രവാചകൻ ഇയാളോട് തിരിച്ച് ഒരു ചോദ്യം, താങ്കളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? പോകുന്നത് ചെറിയ കാര്യത്തിനല്ല, യുദ്ധത്തിനാണ്, ഹിജ്റയാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, അബീവ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും, വലാകിൻ കിലാഹുമ, പക്ഷേ അവർ രണ്ടുപേരും. അവിടെ അവസാനിച്ചു. എന്താണ് പ്രശ്നം? പ്രായമായിട്ടുണ്ട് പ്രവാചകരെ. ബന്ധം പുലർത്താഞ്ഞിട്ടല്ല, നല്ല മനസ്സോടുകൂടി സമീപിക്കാഞ്ഞിട്ടല്ല, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അടുത്ത് വരുന്നത്. തിരിച്ചുള്ള ആദ്യം അയാൾ പറഞ്ഞത്, ആ സഹാബി പറഞ്ഞത് അബ്തഗി എന്നാണ്. തിരിച്ചുള്ള ചോദ്യം, അത്തബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, നിങ്ങൾക്ക് വേണ്ടത് സ്വർഗമല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർഗമല്ലേ? നിങ്ങൾക്ക് പ്രവേശിക്കേണ്ടത് സ്വർഗത്തിലല്ലേ? നഅം യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ പ്രവാചകരെ. ഇർജി ഇലാ ബൈതിക്, യുദ്ധത്തിനും പോകണ്ട, ഹിജ്റയും പോകണ്ട, വീട്ടിലേക്ക് പോയാൽ മതി. അതാണ് മതം, അതാണ് മതം. ആ മതമാണ് ഈ റമദാനിലൂടെ മനുഷ്യർക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുന്ന മതമായി ആളുകൾക്കിടയിൽ നാം പരിചയപ്പെടുത്തേണ്ടത്. അള്ളാഹുവുമായിട്ടുള്ള നല്ല മനസ്സോടുകൂടിയുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യരുമായി നല്ല ബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സ് മലിനമാകുന്നതിനെ പ്രവാചകൻ എത്രത്തോളം ഗൗരവമായി കൊണ്ടാണ് കണ്ടത്. ഒരു യുദ്ധയാത്ര, സ്വഹാബത്ത് പലരും പല സംഘങ്ങളായി അങ്ങനെ ഇരുന്നു.
പ്രവാചകൻ വളരെ ദേഷ്യപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങളൊരു വഴിക്ക് പോകുമ്പോ ഒന്നിച്ചിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളൊരു സംഘമായി ഓരോ ആളുകളും കൂടിയിരുന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു സഹോദരനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഊഹം കയറി വന്നുകൊണ്ട് പലതും നിങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും സാധ്യതയുണ്ട്. നമ്മളോട് ഒരു മാസം ബന്ധം പുലർത്താത്ത ഒരാൾ, പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഇടയിൽ, പിന്നെ നമ്മൾ പല സന്ദർഭങ്ങളും ആലോചിച്ചുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും കാത്തു സൂക്ഷിച്ച് അയാളെ കണ്ടുമുട്ടുമ്പോ അയാൾ സലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോ നമുക്ക് അനുഭവപ്പെടൂലേ, ഞാൻ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു, എന്ത് നല്ല മനുഷ്യൻ. നമ്മളിങ്ങനെ മാനസികമായി അകലും തോറും അകൽച്ച മാത്രമല്ല, മനസ്സിൽ പകയും വിദ്വേഷവും അറിയാതെ വളർന്നു വരും. അല്ലെങ്കിലും ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചാൽ എന്താ, നമ്മുടെ നാട്ടിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം എന്താ, വന്നൊരു ഗ്ലാസ് പൊട്ടിച്ചതായിരിക്കും, പിന്നെ അതിൽ നിന്ന് തുടങ്ങിയതാ പ്രശ്നങ്ങൾ. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ഒരുപാട് മുൻപ് പറഞ്ഞ ഒരു സംസാരത്തിന്റെ ബാക്കി കൂട്ടിക്കെട്ടിയുണ്ടാക്കിയതാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. മറ്റൊരു പ്രശ്നം വരുമ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് ശരിയല്ല എന്നതാണ്. ഇത് ശരിയല്ല. മനസ്സിലേക്ക് അഹങ്കാരം വരും, അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ലോകമാന്യത ഇടക്കിടക്ക് വരും, ഇതൊക്കെ വരും. പക അറിയാതെ ഇങ്ങനെ ചിലതൊക്കെ വരും. ഇത് വരുമ്പം തടഞ്ഞു നിർത്തുക എന്നുള്ളതാ വിശ്വാസി, തീരെ വരാതിരിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇനി നാം നല്ല മനസ്സുള്ള ആളുകളോട് സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? മാനസിക വിശുദ്ധിയുള്ള മനുഷ്യന്മാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഷ്ടനായ ഒരു മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് മിമ്പറിൽ വെച്ചുകൊണ്ട്. ആരാണ് ആ ദുഷ്ടൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യൻസിലു വഹദഹു വയജ്ലിബു അബ്ദഹു വയംനഉ റിഫ്ദഹു. യൻസിലു വഹദഹു, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുന്നവനാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക, അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക. അയാൾ ശരിയല്ല എന്നാണ്. ശരിയല്ല. അതാണ് റസൂൽ പറയാ, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. വയജ്ലിബു അബ്ദഹു, തന്റെ കീഴിലുള്ള ആളുകളോട് കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്നവൻ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ കീഴിലുള്ളവരാ. നമ്മളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു സമയാസമയങ്ങളിൽ ശിക്ഷ ഇറക്കാൻ വിചാരിച്ചാൽ ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ കീഴിലുള്ള ആളുകളോട് മാന്യമായി നിൽക്കണം. അങ്ങനെയാണ് റസൂൽ 23 കൊല്ലം കൊണ്ട് ഒരു വലിയ സംഘത്തെ വളർത്തിയെടുത്ത്. ഒരു നേതാവാണല്ലോ. ഒരു നേതാവിന്റെ ക്വാളിറ്റി എന്താണ്? പ്രവാചകന്റെ കൂടെ വർഷങ്ങളോളം താമസിച്ചവർ പറയുന്നു, എന്നോട് അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ മനസ്സാണ്. വയംനഉ റിഫ്ദഹു, ആളുകൾക്കൊന്നും നൽകാത്തവനാണ്. റസൂൽ സൂചിപ്പിക്കുക, ഇയാളേക്കാൾ വലിയ ദുഷ്ടനായ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഇയാള് അതിന്റെ താഴെപ്പടിയിലുള്ള ആളാ, ഇതിനേക്കാൾ മോശം. മൻ യുബഗിലുന്നാസ വയുബഗലൂനഹു, ജനങ്ങൾക്കൊരു മനുഷ്യനോട് വിദ്വേഷമാണ്, അയാൾക്കും ജനങ്ങളോട് മുഴുവൻ വിദ്വേഷമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ വല്ലാത്ത മനുഷ്യന്മാരല്ലേ. ജനങ്ങൾക്ക് അയാളോട് വെറുപ്പാണ്, അയാൾക്കോ ജനങ്ങളോട് ഇഷ്ടമല്ല, അയാൾക്കും ജനങ്ങളോട് വെറുപ്പാണ്. ഇങ്ങനെ മലിനമായ മനസ്സോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാർ. രണ്ടു കൂട്ടരും വിചാരിക്കുന്നത് ഞങ്ങൾ ഉഷാറാണ്. ഇയാൾ എന്താ വിചാരിക്കുകയോ, ഞാൻ ഉഷാറായതുകൊണ്ടാണ് എന്നോട് ദേഷ്യം. ജനങ്ങൾ വിചാരിക്കുന്നതോ അയാൾ മോശമായതുകൊണ്ടും ഞങ്ങൾ ഉഷാറായതുകൊണ്ടോ ദേഷ്യം. അങ്ങനെ ദേഷ്യപ്പെടാനും വിദ്വേഷം വെച്ച് പുലർത്താനും ഇസ്ലാമിലൊരു വകുപ്പില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിനേക്കാൾ ദുഷ്ടനായ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതാരാണ്? അല്ലദീന ലാ യഖ്ബലൂന അസ്റതൻ, ജനങ്ങൾക്ക് മാപ്പപേക്ഷ നൽകാത്തവനാണ്. വലാ യഖ്ബലൂന മഅ്ദിറതൻ, ജനങ്ങളുടെ പോരായ്മകൾ അംഗീകരിക്കാത്തവനാണ്. വലാ യഗ്ഫിറൂന ദംബ, ജനങ്ങളുടെ പാപം പുറത്തു കൊടുക്കാത്തവനാണ്. അത് മോശം മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ചെയ്തു പോയി, അയാൾ വന്ന് പറയാം പറ്റിപ്പോയി, അറിയാതെ പറഞ്ഞുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം, പിന്നെ വിടണം. അതാണ് മതം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, അതിനപ്പുറത്തേക്കുള്ള ആളുകൾക്കും
അത് പുറത്തു കൊടുക്കണം. അത് പുറത്തു കൊടുക്കാത്തവർ ദുഷ്ടന്മാരാണ് എന്ന്. ഇത് നമുക്കൊരു അത്ഭുതമായി തോന്നേണ്ട ആവശ്യമില്ല, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മുടെ ഭാര്യ വളരെ ഉഷാറാണ്, നമസ്കാരവും നോമ്പും സക്കാത്തും, പക്ഷെ നമ്മളോട് മാത്രം നല്ല രൂപത്തിൽ വർത്തിക്കൂല. നമുക്ക് ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആ അഭിപ്രായമാണ് അള്ളാഹ്ക്ക്. നമ്മുടെ ഭർത്താവ് വളരെ ഉഷാറാണ്, സ്ത്രീ, പക്ഷേ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. അവൾക്ക് ഈ ഭർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ അയൽവാസി സുബഹിക്ക് വളരെ നേരത്തെ പള്ളിയിലേക്ക് പോകുന്ന ആളാ, പക്ഷെ അയൽവാസികൾ എന്ന നിലക്ക് നമ്മളോട് വളരെ മോശ. നമുക്ക് അയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ അഭിപ്രായമാണ് അള്ളാഹ് പറയുന്നത്. മനുഷ്യന്മാരോട് മാന്യമായി വർത്തിക്കാത്തവൻ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ശുദ്ധമായ മനസ്സുകൊണ്ട് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്ന് മതം പഠിപ്പിക്കുകയാണ്. ഇതാണ് മനസ്സിന്റെ വിശുദ്ധി. ഈ റമളാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം സ്വീകരിക്കാത്ത ആളുകൾ സലാസത്തുൻ, 3 വിഭാഗം ആളുകളാണ്. ലാ തർതഫിഉ സ്വലാതഹും ഫൗക റൂസിഹിം സിബ്റാ, അവരുടെ നമസ്കാരം അവരുടെ തലക്ക് മുകളിൽ ഒരു ചാണ് പോലും ഉയരുകയില്ല. ആരാണവർ? നമസ്കാരത്തിൽ അപാകതയുള്ള ആളുകളല്ല. അതിന് 10 മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം നൽകും. ഇത് ഓരോ ആളുകളുടെ മനസ്സിന്റെ ഭക്തി അനുസരിച്ചുകൊണ്ടാ. ഈ ആളുകൾ നമസ്കാരത്തിൽ അപാകത സംഭവിച്ചവരല്ല, മറിച്ചോ റജുലുൻ അമ്മ ഖൗമുൻ വഹും ലഹു കാരിഹൂൻ, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നവൻ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഇമാമ് നിൽക്കുന്നവൻ, പക്ഷെ ജനങ്ങൾക്ക് അയാളോട് വെറുപ്പാണ്. നേതാവാണ്, പക്ഷെ അണികൾക്ക് വെറുപ്പാണ്. അണികളുടെ നിസ്കാരമല്ല സ്വീകരിക്കാതെക്കുക, നേതാവിന്റെ, ഇമാമിന്റെ. അപ്പൊ എന്താണ് മതം? ഒരു സ്ത്രീ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് തന്റെ ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങി സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീ. തെറ്റി എന്നല്ല, പിണക്കം എന്നല്ല, ഇതൊക്കെ ഭാര്യാഭർത്താക്കന്മാരാവുമ്പോൾ ഉണ്ടാകും. പക്ഷെ ഒരു രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഒരു ഭർത്താവിനോട് പിണങ്ങി ഒരു പ്രശ്നമില്ലാതെ അത് കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എണീറ്റ് സുബഹി നിസ്കരിക്കുമ്പോ അവളുടെ നമസ്കാരം, പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയാ, തലക്ക് മുകളിലേക്കാണ് ഉയരൂല. കാരണം രാത്രി മനുഷ്യനായ ഏറ്റവും കൂടുതൽ അള്ളാഹു കഴിഞ്ഞാൽ ബാധ്യത പുലർത്തേണ്ട, പ്രവാചകനും കഴിഞ്ഞാൽ ബാധ്യത പുലർത്തേണ്ട ഭർത്താവിനോട് മണിക്കൂറുകളോളം പിണങ്ങിക്കൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീ, ഒരു പുരുഷൻ എന്തും സഹിക്കും. പക്ഷെ ഒരു രാത്രി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഇത് സഹിക്കൂല, സഹിക്കാൻ കഴിയില്ല, നിസ്കാരം സ്വീകരിക്കൂലാണ്. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമായ മതം. വഅഖവാനി മുത്തസാരിമാനി, മനസ്സിന്റെ മലിനതയോടുകൂടി പരസ്പരം സണ്ട കൂടുന്ന സഹോദരങ്ങൾ. ഇതാണ് 3 വിഭാഗം ആളുകൾ. അതുകൊണ്ടാണല്ലോ റസൂൽ പറഞ്ഞത്, നല്ല മനസ്സുള്ള ഒരു സ്ത്രീ അവൾ സ്വർഗത്തിലാണ്. എന്താണ് കാരണം പ്രവാചകരെ? എന്താണ് അവരുടെ പ്രത്യേകത പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ഗളിബത ഇലൈഹ ഔ ഉസിഅ ഇലൈഹ സൗജഹ, ഒന്നുകിൽ അവളുടെ ഭർത്താവ് അവളോടൊന്ന് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് മോശമായി സംസാരിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും പ്രതിഭർത്താവാൻ. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ആ ഭാര്യ വന്നുകൊണ്ട് പറയും, ഹാദിഹി യദീ ഫീ യദിക, ഇതാ എന്റെ കൈ താങ്കളുടെ കയ്യിൽ ഞാൻ വെക്കുന്നു. ലാ അക്തഹലു ഫീ ഗംദിൻ ഹത്താ തർലാ, നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടു, എന്നോടൊരു പിണക്കവുമില്ല എന്ന് പറയുന്നതുവരെ ഞാൻ കണ്ണടക്കുകയില്ല എന്നല്ല, ഞാൻ എന്റെ കൺപോളകൾ അടക്കുകയില്ല. ആലോചിക്കുമ്പോൾ എന്ത് സുഖം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മതം ഇങ്ങനെയാകുമ്പോ ഒരു മനുഷ്യനെ ഇബാദത്തൊക്കെ എത്രയും ചെയ്യും. അല്ലെങ്കിൽ എന്ത് നിസ്കരിക്കുമ്പോൾ ഇതിങ്ങനെ മനസ്സിലുണ്ടാവും. അതാണ് ശുദ്ധമായ ഒരു മനസ്സിന്റെ മാനസിക വിശുദ്ധിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഇതിന്റെ കാരണം എന്താണ്? നല്ല മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ എന്തുകൊണ്ട് നാശത്തിലാകുന്നു? എന്തുകൊണ്ട് പകയും വിദ്വേഷവും വൈരാഗ്യവും ദേഷ്യവും പകയും ഉണ്ട്? ദേഷ്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വരുന്നൊരു സംഗതിയാ. അത് പ്രവാചകന്റെ കാലത്ത് സ്വഹാബത്തിനൊക്കെ വന്നിട്ടുണ്ട്.
ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊന്ന് ദേഷ്യപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിണങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പുറകെ പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ പോയി കതകടച്ചു. മാപ്പ് പറയാൻ വേണ്ടി ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കതകടച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു വന്നു. പക്ഷേ അസ്ർ നമസ്കാരമായപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര പ്രയാസം. രണ്ടു പേരും പറഞ്ഞു, ഞാൻ അങ്ങോട്ട് മാപ്പ് പറയും, ഞാൻ ഇങ്ങോട്ട് മാപ്പ് പറയും. റസൂൽ പറഞ്ഞു, ഉമറെ അബൂബക്കറിനോട് മാപ്പ് പറയുക. അതിന്റെ പേരിൽ ഇസ്ലാമിൽ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ പക എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കാത്തുസൂക്ഷിക്കുകയും കാലവും സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത് ഇസ്ലാമിലില്ല, അത് മതത്തിലില്ല എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു, തുഅറലുൽ അഅമാലു ഫീ കുല്ലി യൗമി ഖമീസിൻ വഇത്നൈനി ഫയഅഫിറുല്ലാഹു അസ്സ വജല്ല ഫീ ദാലിക്കൽ യൗം ലാ യുശ്രികു ബില്ലാഹി ശൈആ. നമ്മുടെ അമലുകൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നു. തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇതാണ് 3 ദിവസം. ഒരാളോട് പിണങ്ങുക എന്ന് പറഞ്ഞാൽ അത് അയാളെ നന്നാക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അർശിന്റെ തണലുണ്ട് എന്നാണ്. 3 ദിവസം നമ്മുടെ ഒരു സഹോദരൻ ഇസ്ലാമികമായ ഒരു കാര്യത്തിനും നമ്മൾ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു നീരസം പ്രകടിപ്പിച്ചു. എന്തിനു വേണ്ടി? അവരെ നന്നാക്കാൻ. അതാണ് ഇസ്ലാമിലെ പിണക്കം. ഒരാളെ നന്നാക്കിയെടുക്കാനാണ് പിണക്കം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്ക് ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഖബർ ശിക്ഷ, അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ നമസ്കാരത്തിലും അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ബോധം വേണം. സുന്നത്ത് നമസ്കാരാണെങ്കിലും കുറച്ച് സമയമെടുത്ത് കുറച്ച് സ്പീഡിൽ ചൊല്ലിയാലും അത് നമ്മൾ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി. അങ്ങനെ വർഷങ്ങളോളം ചൊല്ലുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുമോ? ചോദ്യോത്തരം നമുക്ക് തീരുമാനിക്കാം. നാം ചെയ്യുന്ന പാപങ്ങൾ, അതിൽ നിന്ന് മോചിതരാകാനാണ് എല്ലാ നമസ്കാരത്തിനും ശേഷവും അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ എന്ന് തെറ്റംഗീകരിച്ചുകൊണ്ട് നാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. അല്ലാഹു ചെറിയ പാപങ്ങളൊക്കെ മനുഷ്യരുടേത് പുറത്തു കൊടുക്കും. ഇല്ലംറഅൻ, ഒരു മനുഷ്യന്റേതൊഴികെ. ആരാണ് ആ മനുഷ്യൻ? ഏതാണ് ആ ഭാഗ്യദോഷി? എന്താണ് ആ മനുഷ്യന്റെ സ്വഭാവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്, കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹനാഉൻ, അയാൾക്കും അയാളുടെ സഹോദരനും ഇടയിൽ ഒരു വിദ്വേഷമുണ്ട്. അത് അവര് തീർക്കേണ്ടതാ. അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ അള്ളാഹു തീർത്തു കൊടുക്കും. ആ ആളുകളോട് പറയും, ഉത്റുകൂ ഹാദൈനി, ഈ രണ്ടുപേരെയും നിങ്ങൾ മാറ്റി നിർത്തുക. ഹത്താ യസ്തലിഹ, അവർ നന്നായി വരട്ടെ എന്ന് പറയുമെന്നാണ്. നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്കല്ലെങ്കിലും മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ന്യായമുണ്ട്. എന്റെ പ്രശ്നപ്പത് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നം അറിയില്ലല്ലോ, അതെങ്ങനെ മനസ്സെന്ന് മാറ്റുക? അത്ര വലിയ വിഷയം. ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ ഇവിടെ, ഇസ്ലാമിലൊരു ചരിത്രം, അതിലേറെ വലിയ പ്രശ്നമൊന്നും നമ്മുടെ നാടുകളിലും സമൂഹത്തിലും ഇല്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് പ്രവാചകരും സഹാബത്തും മദീനയിലെത്തി. ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു. വിശദമായ ചരിത്രമാണ്, ചുരുക്കി സൂചിപ്പിക്കാൻ. യുദ്ധമുതലുകൾ പെറുക്കാൻ വേണ്ടി പ്രവാചകൻ ഏൽപ്പിച്ചിരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു അവസാനമായി യുദ്ധഭൂമിയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നപ്പോ യുദ്ധഭൂമിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വയം ഒട്ടകത്തിന്റെ പുറത്ത് കയറി. അദ്ദേഹം ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്ന സമയത്ത് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി.
ആയിഷയും സഫ്വാനും തമ്മിൽ അവിഹിത ബന്ധമാണ് എന്നാളുകൾ പറഞ്ഞു പരത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വേള അത് വിശ്വസിച്ചു. അതാണ് പ്രവാചകന് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയുകയുള്ളൂ. വിശ്വസിച്ചു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഈ നാട്ടിലെത്ര സ്ത്രീകളുണ്ട്, ആയിഷയെ ത്വലാഖ് ചൊല്ലി മറ്റൊരു സ്ത്രീയെ പ്രവാചകരെ വിവാഹം കഴിക്കോ? ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ചർച്ചയാണ് കേട്ടോ. നമ്മൾ ആലോചിക്കണം. പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ചും മറ്റൊരു സഹാബിയെക്കുറിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ കുറിച്ചും പ്രവാചകന്റെ വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പിതാവ് മകളെ കൂട്ടിക്കൊണ്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി സൂറത്തുൻ നൂറിലെ, ഈ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയത് ഉസ്ബത്തുൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് പിണങ്ങി നിന്നു. പ്രവാചകരെ, നിങ്ങൾ എന്നെ അവിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇനി ആളെ കിട്ടണം. അതിനാണ് ഈ ചരിത്രം ഞാൻ പറഞ്ഞത്. ആളെ അറിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത, പ്രവാചകനുള്ള സ്നേഹം കൊണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീ അന്ന് പ്രവാചകൻ ജീവിതത്തിൽ വെക്കണ്ടെന്ന് വിചാരിച്ച് സ്നേഹം കൊണ്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. മുസ്തഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലിയെടുക്കാതെ പണം പറ്റുന്ന ഒരാളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന ഒരാള് സ്വന്തം മകളെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു വരത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്രയേ പറഞ്ഞുള്ളൂ നമ്മുടെ ഭാഷയിൽ. ഖുർആൻ ഗൗരവമായി അതിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ മിസ്തഖിന് ഞാൻ ചെലവിന് കൊടുക്കുകയില്ല. മനസ്സകലൻ, മനസ്സിലെ വിശുദ്ധി നഷ്ടപ്പെടാൻ. പക്ഷെ ഖുർആൻ അത് തിരുത്തി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത കണക്കൊക്കെ നമ്മൾ പറയും. വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. കാരണം ചോദിക്കാനും പറയാനും ആൾ ഇല്ലാത്ത ആളാ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു പരത്തിയ മിസ്തഖിന് ഇനി മുതൽ ഞാൻ ചിലവിന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്ന്, ഒരപാകത വന്ന്, രണ്ട് കൈകളും ഉയർത്തി അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോ, റബ്ബേ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുമ്പോ അത് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് അബൂബക്കറെ, നിന്റെ പാപം പൊറുക്കണോ? മിസ്തഖിന്റെ വീഴ്ച പുറത്തു കൊടുക്കുക. അതാണ് മതം. ശുദ്ധമായ മനസ്സ്, മാനസികമായ വിശുദ്ധി. ഞാൻ, എന്റെ ധനം, എന്റെ തറവാട്, ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥമല്ല. കുടുംബത്തിൽപ്പെട്ടവർ പറയുകയാണെങ്കിൽ തിരുത്തണം നമ്മൾ. അതാണ് റസൂൽ പറഞ്ഞു. ചില ആളുകൾ പറയും, മാലി മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്. എന്തൊരു സമ്പത്താണോ നിനക്കുള്ളത്? നീ ഭക്ഷിച്ചത് മുഴുവനില്ല, ഭക്ഷിച്ചു ദഹിച്ചതേയുള്ളൂ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ വയറിങ്ങനെ തടവിക്കഴിഞ്ഞാ ചില ആളുകൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ വറ്റിങ്ങനെ ചിലത് പുറത്തേക്ക് വരും. അതുവരെ അയാളതല്ല, നമ്മളതല്ല. ഞാൻ തിന്ന് ദഹിച്ചത്, ഉടുത്തതില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് വേറെ ആർക്കെങ്കിലും കൊടുക്കും, പിന്നെ അത് വേറെ ആളുകളതാ ഉടുത്തു നിരുമ്പിച്ചത്. നല്ല മനസ്സും നല്ല പ്രവർത്തനങ്ങളും മാത്രമേ ഒരു വിശ്വാസികൾക്കുണ്ടാകുകയുള്ളൂ എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നല്ല മനസ്സോടുകൂടി വർത്തിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സൂചിപ്പിച്ചില്ലേ, അൻസാരിയായ ഒരു സഹാബിയെ കുറിച്ച്, അദ്ദേഹം തന്റെ ഒരു കയ്യിൽ ചെരുപ്പുകളുമുണ്ട്, ഉളുവിന്റെ വെള്ളം താടിയിലൂടെ ഇങ്ങനെ ഉറ്റി വീണ് പള്ളിയിലേക്ക് ഇങ്ങനെ വന്നപ്പോ റസൂല് പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന്. അദ്ദേഹത്തെ കുറിച്ച് സ്വഹാബത്ത് പഠിച്ചു. കാരണം റസൂലിന്റെ വാക്കാണ്. 3 ദിവസം വീട്ടിൽ നിന്നു. അവസാനം ഇവർ ചോദിച്ചു, ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു അമല് പോലും താങ്കൾ കൂടുതലായി ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് അതിന്റെ കാരണം? ഒരാളുടെ നന്മ അയാൾ തന്നെ കണ്ടെത്തും. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മനുഷ്യനോട് മനസ്സിൽ ഒരു ഹില്ല്, ഒരു പക,
ഒരു കുത്ത്, ഒരു കറ ഒരാളോടുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനാണ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറുള്ളത്. ഈ പദം വരുന്ന ഒരു പ്രാർത്ഥന, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഫലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടി, കഴിഞ്ഞുപോയ വിശ്വാസികൾക്ക് വേണ്ടി. ആളുകളെ നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ മുന്നിലൊരു ബന്ധം അതാണ്. കഴിഞ്ഞുപോയി, മരിച്ചുപോയി, നമ്മുടെ ബാപ്പയും വല്യപ്പാരും നാട്ടുകാരും കുടുംബക്കാരും സഹോദരങ്ങളും, അവർക്ക് പുറത്തു കൊടുക്കണം എന്നതാണ് നാം വിശ്വാസികൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അല്ലാഹുവേ, എന്റെ മനസ്സിൽ ഒരാളോടും ഒരു കറയും ഉണ്ടാകരുത് റബ്ബേ എന്ന പ്രാർത്ഥന. ഇത് ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവമായി, നല്ല മനസ്സായി നാം അറിയുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ, അവർക്ക് ലഘുവായ വിചാരണയ്ക്ക് അവരെ വിധേയമാക്കുകയുള്ളൂ. മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുവേ, ലഘുവായ വിചാരണയ്ക്ക് എന്നെ വിധേയനാക്കണം അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, അപ്പോൾ ഈ കഠിനമായ വിചാരണ എങ്ങനെയായിരിക്കും? റസൂൽ പറഞ്ഞു, ആയിഷ, ചില ആളുകളുടെ കിതാബ് അല്ലാഹു ഇങ്ങനെ മറിച്ചു നോക്കി അവരുടെ വലത് കൈയിൽ കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പറയും. അതാണ് ലഘുവായ വിചാരണ. എന്നാൽ ഒരാളെ അല്ലാഹു കഠിനമായി വിചാരണ ചെയ്യണം എന്നുദ്ദേശിച്ചാൽ ഹലകഹു, ആ മനുഷ്യൻ നശിച്ചത് തന്നെ. അപ്പൊ ആരാണ് ഈ ലഘുവായ വിചാരണക്ക് വിധേയരാകുന്നവൾ എന്ന് ഒരു ഹദീസിൽ വന്നതാ. ആരാണ് റസൂലേ? അത് ബി അബി അൻത വ ഉമ്മി, അവരുടെ ഒരു പ്രയോഗമാണ്. എന്റെ ഉമ്മയെയും ഉപ്പയെയും താങ്കൾക്ക് ഫിദിയയായി നൽകാം, പറഞ്ഞു തരൂ. റസൂല് പറയൻ, തുഅതി മൻ ഹറമക, ആ ആളുകൾ അവരെ ഹറാമായി കാണുന്നവരോട് മാന്യമായി നിൽക്കും. വതസിലു മൻ ഖതഅക, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കണം. അല്ലാത്തതിന് അറബിയിൽ മുകാഫഹത്ത് എന്നാണ് പറയാ, പ്രത്യുപകാരം. ഇങ്ങോട്ടും ബന്ധം, അങ്ങോട്ടും ബന്ധം. നിന്നെ ഹറാമായി കാണുന്നവനോട് നീ അവന് നന്മ ചെയ്യുക. നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ ബന്ധം ചേർക്കുക. വതഅഫു അമ്മൻ വലമക, നിന്നെ ആക്രമിച്ചവന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അത് വല്ലാത്തൊരു മനസ്സാ. സുബഹിക്ക് പള്ളിയിൽ പോകാനും തഹജ്ജുദ് നമസ്കരിക്കാനും അത്ര പണിയില്ല. ഇതിന് നമ്മളാണ് താഴ്ന്നു കൊടുക്കണം. നമ്മൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം. പക്ഷെ അള്ളാഹ് നമ്മളെ ഉയർത്തുന്നാണ് വിശുദ്ധ മതം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ ഉയർത്തും. ഈ മനസ്സ് ഈ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാക്കിയെടുത്തല്ലോ, സൗമ നല്ല ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹശറയിൽ അള്ളാഹു ചോദിക്കും, അയിന അഹ്ലുൽ ഫളിൽ, ശ്രേഷ്ഠതയുടെ ആളുകൾ എവിടെ? അപ്പൊ അവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അവർ വളരെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകും. മലക്കുകൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ഇത്ര വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നത്? ഇവർ അഭിമാനത്തോടു കൂടി പറയും, അവിടെയാണ് അഭിമാനം, നഹ്നു അഹ്ലുൽ ഫളിൽ, ഞങ്ങളാണ് ആ ശ്രേഷ്ഠതയുടെ ആളുകൾ. വമാ ഫളുക്കും, എന്താണ് നിങ്ങളുടെ ശ്രേഷ്ഠത? അവര് പറയും, കുന്നാ ഇദാ ളുലിംനാ സബർനാ, ഞങ്ങളെ ആക്രമിച്ചവർക്ക് ഞങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. നല്ലൊരു മനസ്സാണ്. വഇദാ ഉസിയ ഇലൈനാ ഹമൽനാ, ഞങ്ങളോട് മോശം പെരുമാറിയത് അത് ഞങ്ങൾ വഹിക്കുകയും ചെയ്തു. നമ്മളോട് ഒരാൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞു, പക്ഷെ നമുക്ക് തിരിച്ച് അപ്പം മറുപടി കിട്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു. അവ സുഹൃത്ത് പറയും, എടാ എനക്ക് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞൂടേനോ? എനിക്കത് അപ്പോഴും ഓർമ്മട്ടിയില്ല അറിയും. നല്ല 1-ാം നമ്പർ മറുപടി കൊടുക്കാനേ നോക്കൂ. നിങ്ങളൊരു മനുഷ്യൻ, വഇദാ ഉസിയ ഇലൈനാ ഹമൽനാ, ഞങ്ങൾ കേട്ടതൊക്കെ ഞങ്ങൾ വഹിച്ചു, വെറുതെ അല്ല. അതാണ് ഇഹ്സാൻ. ഇഹ്സാൻ ജീവിതത്തിൽ നിന്ന് പൊട്ടിപ്പോയാൽ മനുഷ്യർ പരാജയപ്പെടും. ഒരു മകനൊരു ഉമ്മാനെ നോക്കാൻ കഴിയില്ല, ഉമ്മ ഈ മകനെ തന്നെ കുറ്റം പറയുള്ളൂ. നോക്കിയത് ഉമ്മാന്റെ നന്മ കിട്ടാനല്ലല്ലോ. ഒരു ബാപ്പാക്ക് ഒരു മകനെ സ്നേഹിക്കാൻ കഴിയില്ല. നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന മക്കളിൽ നിന്ന് ഇവിടുന്ന് നന്മ കിട്ടാനല്ല, പരലോകത്തിന് കിട്ടാനാ. എടാ, ഞാൻ എന്നെത്രയൊക്കെ സ്നേഹിച്ചല്ലോ, എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാം, പൊട്ടിപ്പോവില്ല. ഉസിയ ഇലൈനാ ഹമൽനാ, ആളുകളോട് പറയും, ഫയുഖാലു ലഹും ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയുമെന്നാണ്.
ഇതൊക്കെ നല്ല മനസ്സിന്റെ ലക്ഷണമാണ്. ഇത് എനിക്കും നിങ്ങൾക്കും എത്രത്തോളം കഴിയുന്നു എന്നതും ഇനി എത്രത്തോളം അത് ജീവിതത്തിൽ പകർത്താൻ കഴിയും എന്നത് മാത്രമേ ഈ പറയുന്ന ഞാനടക്കം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതാണ് പ്രധാനപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളുകൾക്ക് പുറത്തു കൊടുക്കുന്നവൻ അവന്റെ ഒരു ഇസ്സത്തും നഷ്ടപ്പെടുകയില്ല. പ്രവാചകന്റെ അടുത്ത് വന്നൊരു സ്ത്രീ പറഞ്ഞല്ലോ, റസൂലേ, എനിക്കൊരുപാട് ജീറാനും അഖരിബാവുമൊക്കെയും കുറെ കുടുംബക്കാരും അയൽപ്പക്കക്കാരും ഒക്കെ ഉണ്ട്. പ്രവാചകരെ, ഞാൻ പ്രയാസപ്പെടും. ഞാൻ അവരോട് അഹലുമു ഇലൈഹിം ഒരു കാര്യം സംസാരിക്കുമ്പോൾ എന്റെ സംസാരത്തിൽ അധികമാകരുത് എന്ന് വിചാരിച്ച് മാന്യമായി സംസാരിക്കും. പക്ഷേ വയജ്ഹലൂന അലയ്യ, അവർ എന്നോട് എങ്ങനെയും സംസാരിക്കും. വഅഹ്സിനു ഇലൈഹിം, ഞാൻ മാന്യമായി നിൽക്കും. വയുസീഉന ഇലയ്യ, എന്നോട് വളരെ മോശമായി നിൽക്കും. പ്രവാചകരെ, ഇനി ഇതിന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അല്ലാഹു റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ആണെങ്കിൽ നിങ്ങൾ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ പുലർത്തുന്ന നല്ല ബന്ധം, നല്ല മനസ്സ് എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളും അവരും ഒരുപോലെയാണ്. നിങ്ങൾക്ക് ഈ ബന്ധം തുടർന്നാൽ, നല്ല മനസ്സെന്നുമുണ്ടായാൽ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ബർക്കത്തും നിഅമത്തും നൽകുമെന്നാണ്. അതാണ്, ഒരു മനുഷ്യനും കുറഞ്ഞു കൊടുത്തത് കൊണ്ട് പരാജയപ്പെട്ടിട്ടില്ല. വിനയം കാണിച്ചതുകൊണ്ട് ആരും എത്തിപ്പിടിക്കാൻ വിചാരിച്ച ഔന്നത്യം എത്തിപ്പിടിക്കാതിരുന്നിട്ടില്ല. അതങ്ങനെയാണല്ലോ അതിന്റെ മനഃശാസ്ത്രം. രാഷ്ട്രീയ പാർട്ടികളാണ്, എവിടെയാണ് ആരെ നേതാവാക്കുക? ഓനാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, അവനെ കൊണ്ട് ഇടങ്ങാറാവില്ല. ആള് വിനയാന്വിതനാന്ന് വിചാരിക്കുന്നവനെ പിടിച്ചാൽ മേലക്കുമൊക്കെ എല്ലാവരും കടിച്ച് പറിച്ച ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്തവനെ ആളുകൾ അംഗീകരിക്കില്ല. ദുനിയാവിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, 3 കാര്യങ്ങൾ അത് സത്യമാണ്. സലാസുൻ വല്ലദീ നഫ്സി ബിയദിഹി ഇൻ കുൻതു ലഹാലിഫൻ അലൈഹിന്ന, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇത് സത്യമാണ്. ലാ യൻഖുസു മാലുൻ മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ, ദാനം കൊടുത്തതുകൊണ്ട് ഒരാളുടെ മൊത്തത്തിലുള്ള സമ്പത്തിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുകയില്ല. 2000 റുപ്യന് 5000 റുപ്യന് 2000 റുപ്യ കൊടുത്ത് അപ്പം 3000 റുപ്യ ഉണ്ടാവുള്ളൂ. പക്ഷെ ആകെയുള്ള സമ്പത്തിൽ നിന്ന് നഖസ് സംഭവിക്കില്ല. അതിന് ഒരുപാട് കാരണമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ മുൻഫികൻ ഖലഫാ വഅഅതി മുംസികൻ തലഫാ. അല്ലാഹുവേ, നൽകുന്നവന് നീ ഇനിയും നൽക്, പിടിച്ചു വെക്കുന്നവൻ്റെത് നീ നശിപ്പിക്ക്. മറ്റൊന്ന്, സാമ്പത്തിക ശാസ്ത്രപ്രകാരം അങ്ങനെയാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു, ആളുകളിലേക്ക് ഇറങ്ങുന്നു, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. അത് തിരിച്ച് ആളുകളുടെ കയ്യിൽ തന്നെ എത്തും. അതിന്ന് ലോകത്ത് ചർച്ച നടക്കുകയാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നമ്മുടെ വിഭാഗത്തിലെ ആളുകളൊക്കെ കുറച്ച് പൈസ ഇട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്ക് കൊണ്ടുപോയിടും. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നും നോക്കൊന്നുമില്ല, അതാണ് ഇറക്കും, കച്ചവടം ചെയ്യും. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം എന്ന് ഉപദേശിക്കുന്ന ഒരു ഉപദേശം ഞാൻ ഈ അടുത്ത് കേൾക്കുകയുണ്ടായി. മറ്റൊന്ന്, മനുഷ്യർ പ്രാർത്ഥിക്കും എന്നതാണ്. ആളുകൾ പ്രാർത്ഥിക്കണം എന്നതാണ്. സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്ത്, വസ്വല്ലി അലൈഹിം. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറച്ച് ആളുകൾ പറഞ്ഞത്, റസൂലിനോടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഇനി ബൈത്തുൽ മാലിലേക്കൊന്നും നൽകുകയില്ല എന്ന്. അപ്പൊ ഇത് അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു റസൂൽ പറഞ്ഞതാ. വലാ യഅഫു അബ്ദുൻ അൻ മദ്ലമത്തിൻ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഇസ്സൻ യൗമൽ ഖിയാമ. ഒരാൾ കുറഞ്ഞു കൊടുത്തു, തന്നോട് കാണിച്ച അക്രമം മനസ്സറിഞ്ഞ് നല്ല വിശുദ്ധിയോടുകൂടി വിട്ടുകൊടുത്തു, അയാൾക്ക് അല്ലാഹു പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കും. വലാ യഫ്തഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖറിൻ. 3 കാര്യം റസൂൽ സത്യമാണ് എന്നല്ല, 2 പ്രാവശ്യം സത്യമാണ് എന്ന് പറഞ്ഞു. ഒന്ന്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ സത്യം. ഇൻ കുൻതു ലഹാലിഫൻ അലൈഹിന്ന, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഒരാൾ യാചന തുടങ്ങിയാൽ ഫഖറിന്റെ വാതിലെ അയാളുടെ മുൻപിൽ തുറക്കപ്പെടുള്ളൂ. ഈ റമളാനിലൊക്കെ ഒരുപാട് വീടുകളിലൂടെ കയറി സക്കാത്തിന്റെ പൈസ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ സക്കാത്ത് ഇസ്ലാമിലില്ല. ആ ആളുകൾക്ക് ഒരു ദിവസം എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, നമ്മളും ഇങ്ങനെ കൂട്ടിവെക്കാൻ മതി. അള്ളാഹു ഫഖറിന്റെ വാതിലെ തുറന്നു വെച്ചു കൊടുക്കുള്ളൂ. അടുത്ത വർഷം അവരെ തന്നെ നമുക്ക് കാണാം. പരമാവധി തന്റെ പ്രയാസം മറച്ചു പിടിച്ച് ജീവിക്കുക എന്നതാണ് മതം. അതോടുകൂടെ
മറച്ചു പിടിക്കുന്നവന്റെ മറ പൊളിച്ചു മാറ്റി അത് കണ്ടെത്തുക എന്നതാ മതം. വ്രതം അനുഷ്ഠിക്കാനാണോ മിസ്കീനിന് ഫിദിയ കൊടുക്കാനാണോ പ്രയാസം? മിസ്കീനിന് ഫിദിയ കൊടുക്കാനാണ്, ഫക്കീറിനല്ല. മിസ്കീനിന് ഫിദിയ കൊടുക്കാനാ നോമ്പ് നോക്കണേക്കാളുള്ള പ്രയാസം. കണ്ടെത്തണം, ആളാരാണ് കണ്ടെത്തണം. അതുകൊണ്ടല്ലേ ആളുകൾ പറയും ഒരു 5000 ഉറുപ്പ്യ ഉണ്ട് കുടുംബത്തിന്റെ ഫിദിയ, നിങ്ങളെന്നെ കൊടുത്തോളി അറിയാം, നമുക്ക് കൊടുക്കാൻ കഴിയെങ്കിൽ വാങ്ങിയാൽ മതി. ഒരു 10 ഡ്രസ് ഉണ്ട് കൊടുക്കാൻ കഴിയെങ്കിൽ വാങ്ങാം. കണ്ടെത്തണം. വല്ലാത്ത അതാണ് മതം. മനുഷ്യരെ കാണുന്നവനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത റബ്ബിനോട് മാന്യമായ നല്ല മനസ്സോടുകൂടി ബന്ധം പുലർത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മനസ്സ്, ഇതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, മനസ്സേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ റബ്ബിനെ ഇഷ്ടപ്പെട്ടു, നിന്നെ റബ്ബും ഇഷ്ടപ്പെട്ടു, നീ മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല ദാസന്മാരിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നാളെ റബ്ബേ എന്നെ നീ പരലോകത്ത് മാനം കെടുത്തരുത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഇബ്രാഹിമും ഇസ്ഹാഖും ഇസ്മാഈലുമൊന്നും ഉപകാരപ്പെടാത്ത, എന്റെ സമ്പത്ത് ഉപകാരപ്പെടാത്ത ഒരു ദിവസം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, തെളിഞ്ഞ മനസ്സുകൊണ്ട്, തെളിമയുള്ള മനസ്സുകൊണ്ട്, മാനസികമായ വിശുദ്ധി മാത്രം വിജയിക്കുന്ന ഒരു ലോകത്ത് നീ അവിടെ എന്നെ പരാജയപ്പെടുത്തരുത് റബ്ബേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും പരമാവധി മാനസികമായ വിശുദ്ധിയോടുകൂടി അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും പൂർത്തീകരിച്ച് ജീവിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ അപാകതകളും വീഴ്ചകളും പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തിലെ പ്രാർത്ഥന കൊണ്ട് നമ്മിൽ നിന്ന് നീക്കിത്തരുമാറാകട്ടെ. നാം അനുഷ്ഠിച്ച നോമ്പിലും ആരാധനാ കർമ്മങ്ങളിലും വല്ല വീഴ്ചയും അപാകതയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഹരിച്ചുകൊണ്ട് അവൻ നമ്മുടെ വ്രതം, നമ്മുടെ അമലു സ്വാലിഹാത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മാനസികമായി ആരോടും അകലാതെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികവും ശാരീരികവുമായി സാമ്പത്തികവുമായി പ്രയാസപ്പെടുന്ന ആളുകൾ, ആ ആളുകളുടെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അപകടം കാരണം ഒരുപാട് സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിലുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകാം. അള്ളാഹു അവരുടെ പ്രയാസം നീക്കിക്കൊടുത്ത് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ തിന്മയിലേക്ക് വഴിമാറിപ്പോകുന്ന സന്ദർഭത്തിൽ നന്മയിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാനും സുബുറും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ നല്ല മനസ്സോടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാരാധിച്ച് നല്ല വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളോടെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ, നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ഒന്ന്, ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, ആ ആളുകൾ, നാം വളരെ പ്രയാസത്തോടു കൂടിയാണ് അത് വായിക്കുന്നതും അറിയുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും നമ്മളെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളൂ. മാന്യമായി സന്തോഷത്തോടെ മനസ്സമാധാനത്തോടുകൂടി റഹ്മാനായ റബ്ബെ തമ്പുരാനെ അവരെ നീ ആ രാജ്യത്ത് ജീവിപ്പിക്കണം റബ്ബെ. അവിടെ മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് പിഞ്ചു മക്കൾ, അവരുടെ ആർത്ത് കരയുന്ന രക്ഷിതാക്കൾ, അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകി മനസ്സമാധാനം നീ പ്രദാനം ചെയ്യണം റബ്ബെ. ലോകരാജ്യങ്ങൾ മുഴുവൻ ശക്തമായി അതിനെ അപലപിക്കുകയും നമ്മുടെ രാജ്യവും അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുകയും അതിന്റെ ഭാഗമായി അവർക്ക് മാന്യതയും സ്വസ്ഥതയും അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണം റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഈനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെ 20,000 രൂപയാണ് ഒരു കുട്ടിയെ അവിടെ പഠിപ്പിക്കാനുള്ള നമ്മുടെ ചെലവ്. ഞാനവിടെ പഠിച്ച ഒരാളാണ്. എൻ്റെ മുന്നിൽ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഞാൻ
കണ്ട ഒരാളാണ്. ഇവിടെ വേറെ ഒരാളുണ്ട്. ഞങ്ങളൊക്കെ ആ കോളേജിൽ ഒരേ സമയത്ത് പഠിച്ച ആളുകളാണ്. പുറത്ത് നിൽക്കുന്നത് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് മതം നമ്മുടെ മക്കളെ ഒരു പക്ഷേ നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. മതം പഠിക്കുകയും അവരുടെ സംസാരവും ഇടപെടലും നല്ല ജീവിതവുമൊക്കെ നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലം വന്നു ചേരും. അതുകൊണ്ട് വളരെ കുറച്ചാളുകളെ നമ്മളുള്ളൂ. നമ്മളെല്ലാവരും ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗം അതിൽ നിക്ഷേപിക്കണം എന്ന് അറിയിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.